വീടുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അതാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പതിവ്. അത് ഓശാന ഞായറിൻ്റെ തലേ ദിവസമായ ശനിയാഴ്ചയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ചരിത്രം? കോഴിക്കോട്ട കേരളത്തിലെ ഒരു സാധാരണ പലഹാരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പെസഹ കാരണം അല്ലാത്ത ദിവസങ്ങളിൽ കോഴിക്കോട്ട ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. ഈ പ്രത്യേക ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഓശാന ഞായർ തലേ ദിവസം ശനിയാഴ്ച ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവമായിട്ട് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതും യേശു മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് ബഥാനിയായിൽ ലാസറിൻ്റെ വീട്ടിലേക്ക് പോവുകയും യേശുവിന് അത്താഴം ഒരുക്കിയപ്പോൾ മറിയം സുഗന്ധദ്രവ്യ ചെപ്പ് തുറന്ന് അതിലെ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ പാദത്തിൽ പൂശി എന്ന് പറയുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഇതേപ്പറ്റി യേശു തന്നെ ഒരു കമൻറ്റ് പറഞ്ഞത്, അത് അവള് എൻ്റെ മരണത്തിന് ഒരുക്കമായിട്ട് ചെയ്തതാണ്. അപ്പം ആ ഒരു ചിന്തയാണ് ഈ നമ്മൾ കോഴിക്കോട്ട ആ ദിവസം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന ഒരു വ്യാഖ്യാനമാണ് പൊതുവെ ഇന്ന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ മറിയം ചെയ്തതുപോലെ നമ്മുടെ അമ്മമാർ അരിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെയോ ഉണ്ടയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും ഇട്ട് ഒരു മധുരം വെച്ച് അത് തുറക്കുമ്പോൾ ഈ മറിയം ചെപ്പ് തുറന്നതുപോലെ, പാതാളത്തിൽ തൈലം പൂശുന്നവിടെ തെപ്പ് തുറന്നതുപോലെ നമ്മുടെ അമ്മമാർ അതിനെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതിനാണ് ഈ കോഴിക്കോട്ട ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് വലിയ ശനിയാഴ്ച ഓശാനയിൽ തലേ ദിവസം ശനിയാഴ്ച ഭക്ഷിക്കാൻ തുടങ്ങിയത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. പൊതുവെ സ്വീകരിക്കപ്പെടുന്ന വ്യാഖ്യാനം ഇതാണ്. ഇന്നും നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ച് സീർമള പാരമ്പര്യത്തിൽ ഇവിടെ മിക്കവാറും കുടുംബങ്ങളിൽ അങ്ങനെ ഒരു പതിവ് തുറന്നു കൊണ്ടുപോരുന്നുണ്ട്.